സർ, വി.ഡി. സതീശൻ പ്രതിപക്ഷമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു തലമുറ മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും, 50% സ്ത്രീകൾക്കും യുവാക്കൾക്കും അവസരം ഉണ്ടാകും എന്നുള്ളത്. ആ ഒരു തലമുറ മാറ്റം തന്നെയാണോ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക? യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നല്ല വിന്നിങ് ചാൻസ് ഉള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരെ എല്ലാം കൂടി കൂട്ടിയിണക്കിയാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. ആ സ്ഥാനാർത്ഥികൾ കറക്റ്റായിട്ട് ജനങ്ങളോടൊപ്പമാണ് എന്നുള്ളത് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെടുകയും ചെയ്തു. നല്ല റിസൾട്ടാണ്. സർവകാല റെക്കോർഡും അത് ലംഘിച്ചിരിക്കുകയാണ്. ഇനി ഇതും ഇതിനേക്കാൾ ശക്തിയോടുകൂടി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് നിയമസഭയിലും ഈ ഒരു യുവാക്കൾക്ക് അല്ലെങ്കിൽ തലമുറ മാറ്റത്തിലേക്കുള്ളൊരു സാധ്യത തൊടുത്ത്. സ്വാഭാവികമായിട്ടും ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം അതുപോലുള്ള കാര്യങ്ങൾ പറയാറായിട്ടില്ല. അതൊക്കെ അതിൻ്റെ സമയത്ത് അപ്രോപ്രിയേറ്റുള്ള കമ്മിറ്റി ആലോചിച്ച് നിബന്ധനകൾ ഉണ്ടാക്കും. ഏതായാലും ഇതുവരെ കണ്ടത് വളരെ നല്ല റിസൾട്ടാണ്. ഒരു തലമുറ മാറ്റം എന്നിപ്പോൾ പറയാൻ കഴിയില്ല എന്നാണോ? അല്ല, തലമുറ മാറ്റമാണല്ലോ. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അണികളിലേക്ക് 10,000-കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ റിസൾട്ട്. അതിനിടയിൽ ഈ മറ്റത്തൂരിലൊരു കല്ലുകടി ആയോ ഈ ഒരു നല്ലൊരു രീതിയിൽ നിൽക്കുന്നതിനിടയിൽ? മറ്റത്തൂരെ പ്രശ്നമെന്ന് പറയുന്നത്, അവിടെ നമുക്ക് പുതുതായിട്ട് എല്ലാവരും കൂടി നിർത്തി ജയിപ്പിച്ചു. പക്ഷേ അവർ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന സാഹചര്യം വന്നില്ല. അത് ഒരു അച്ചടക്കരാഹിത്യത്തിൻ്റെ ഭാഗമല്ലേ. അതിൻ്റേതായ രൂപത്തിൽ അതിനെ നേരിടുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കുമരകത്തും അങ്ങനെ ഒരു അച്ചടക്ക പ്രശ്നം തന്നെയാണോ ഉണ്ടായിരിക്കുന്നത്? കുമരകത്തുള്ളത് രണ്ടല്ലേ. കുമരകത്ത് ഇടതുപക്ഷ ഭാഗത്ത് നിന്നിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം നിന്നു, മത്സരിച്ചു, ജയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന ആളുകൾക്ക് അവിടെ നല്ല ഭൂരിപക്ഷം ഉണ്ടായി. അദ്ദേഹം അവരോടൊപ്പം നിന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വിജയം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അവിടെ ഈ BJP നടപടി എടുത്തിട്ടുണ്ട്. BJPയുടെ വിപ്പ് ലംഘിച്ച് സ്വതന്ത്രം വോട്ട് ചെയ്ത 3 പേർക്കെതിരെ BJP ഇപ്പം നടപടി എടുത്തിട്ടുണ്ട്. കോൺഗ്രസിൽ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അവർക്കിപ്പോൾ അത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അവരുടെ ഇൻറ്റേർണൽ പാർട്ടി ഡിസിപ്ലിൻ പാലിച്ചോ ഇല്ലയോ അതിന് അവരുടെ വ്യവസ്ഥാപിതമായ സമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ആ സമിതി തീരുമാനമെടുത്താൽ അവർക്ക് അവരുടെ പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ലേ, അവർക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ബഹുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിലാണ് ഞങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത്. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമ്പയെ പരാജയപ്പെട്ടു. BJPക്ക് നല്ല ഒരു ചോർച്ചയുണ്ടായി. ഐക്യ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ആ ഒരു അംഗീകാരം അത് തുടരാൻ ഒരു യുവാക്കൾക്കും സ്ത്രീകൾക്കും കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളും അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും അല്ലേ? ഒരു കുഴപ്പമില്ല. എല്ലാവരും പുതിയ തലമുറയെന്ന് പറയുമ്പോൾ തന്നെ അത് മനസ്സിലായില്ലേ. യുവാക്കൾക്ക് നല്ല പ്രാധാന്യം നമ്മൾ കൊടുക്കും. ഇപ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും യുവാക്കൾക്ക് കുറേയൊക്കെ പരിഗണന കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്.